ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ എന്ത് തന്നെ നേടിയാലും നമുക്ക് പേരുണ്ടായി, പ്രശസ്തിയുണ്ടായി, മനോഹരമായ വീടുണ്ടായി, അനവധി സമ്പത്ത് നേടിവെച്ചു, അനുകൂലമായ കുടുംബമുണ്ടായി. പക്ഷേ അവയൊന്നും തന്നെ നമുക്ക് ശാശ്വതമായ സമാധാനത്തെ തരാൻ പര്യാപ്തമല്ല. അതുകൊണ്ടൊരു കവി പറയുകയാണ്, കീർത്തിയാലെന്താ നിനക്കൂ ധന, പൂർത്തിയാലെന്താണു രാജ്യത്താലെന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിടുകാത്മാവിൽ ആശയടക്കി. ശാശ്വതമായ സമാധാനം നമുക്ക് കൈവരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ഇവിടെ വിവരിച്ചു തരികയാണ്. കീർത്തിയാലെന്താ? നല്ല പേരുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാവരും ആദരിക്കുന്നു. പക്ഷേ കീർത്തിയാലെന്താ നിനക്കു ധനപൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്? അനവധി ധനം കൊണ്ട് നാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അനവധി രാജ്യം, ഭൂമി നമ്മുടെ സ്വന്തമായിരിക്കുന്നു. അതുമല്ല, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയാണ് എന്നിരിക്കട്ടെ. ഇതൊക്കെയുണ്ടായാലും കീർത്തിയാലെന്താ നിനക്കൂ ധനപൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം. ഒരു രാജ്യം കിട്ടിക്കഴിയുമ്പോൾ അടുത്ത രാജ്യം കിട്ടണമെന്നായി, അത് കിട്ടിക്കഴിയുമ്പോൾ അതിനടുത്തത് വേണമെന്നായി. ഒരു രാഷ്ട്രം മുഴുവൻ തൻ്റെ അധീനത്തിലാകുമ്പോൾ മറ്റൊരു രാജ്യം കിട്ടണം എന്നായി. ഇങ്ങനെ ആർത്തി ഒന്ന് കിട്ടുമ്പോൾ മറ്റൊന്നുകൂടി വേണം എന്ന ആ മനോഭാവം വളർന്നുകൊണ്ടേയിരിക്കും. ആ ആർത്തി നശിക്കണമെങ്കിൽ ആർത്തി കൂടുകയേ ചെയ്യൂ. അത് വസ്തുക്കളിട്ട് കൊടുത്താൽ ആർത്തിയുടെ സ്വഭാവം അഗ്നിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. ആർത്തിയുള്ള ഒരാൾക്ക് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ, പക്ഷേ അവർക്ക് മറ്റാഗ്രഹം തലപൊക്കും. ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു ഭിക്ഷാന്തേഹിയായ ഒരാളെ നല്ല ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കി അവിടെ നല്ല സുഭിക്ഷമായ ഭക്ഷണവും കിടക്കയും പരിചരണവും എല്ലാം, സമയാസമയം നല്ല വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കാൻ ആളും, എല്ലാ സൗകര്യവും കൊടുത്തു. പക്ഷേ ആ 2 ആഴ്ച 3 ആഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾക്കതിലൊന്നും തൃപ്തി പോരാതെയായി. ആഹാരത്തിന് ഉപ്പ് പോരെന്നും മുളക് പോരെന്നും അതുപോലെ സ്വാദില്ലെന്നും വിഭവങ്ങൾ പോരെന്നും അതുകൂടി വേണമെന്നും നേരത്തിന് ഒരു അന്നത്തിൻ്റെ വെള്ളം കിട്ടാത്ത വ്യക്തിയാണ് ഒരു മാസം സുഭിക്ഷമായി കിട്ടിയപ്പോഴേക്കും ആർത്തി കൂടിയത്. അങ്ങനെ പോകുന്നു മനസ്സിൻ്റെ സ്വഭാവം. ഒന്നാലോചിച്ച് നോക്കൂ, ഇവിടെ എത്ര നമ്മൾ പൂർത്തീകരിച്ചാലും അതിന് തൃപ്തി വരില്ല. അതുമല്ല, ഇഷ്ടാനുസരണം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നത്തെ മോഹം പുകവലിക്കണം എന്നായി. കാരണം വൃദ്ധരായ ആളുകൾ ചുറ്റിലുമുണ്ടാകുമ്പോൾ ഇയാൾ പുകവലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് കാണാതെ മറ്റുള്ളവരിൽ പൈസ വാങ്ങി പുകവലിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അധികാരികൾ അയാളെ ശാസിക്കുകയും ആ പുക വലിക്കുന്ന സാധനം വലിച്ചു ദൂരത്തെറിയുകയും ചെയ്തു. അപ്പോൾ അയാൾക്കത് വിമ്മിഷ്ടം തോന്നുക സ്വാഭാവികമല്ലേ? ഇവിടെ എത്ര സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിൽ മനസ്സ് തൃപ്തി വയ്ക്കില്ല, അതിൽ തൃപ്തി ഉണ്ടാവുകയില്ല. ആർത്തി കൂടുക മാത്രമേ ചെയ്യൂ. ആ ആർത്തി നശിക്കണമെങ്കിൽ പാർത്തിടുകാത്മാവെ ആശയടക്കി. ആശകളൊക്കെ ഒരു സംയമനം വരുത്തിയ ശേഷം ആത്മവിചാരത്തോടുകൂടി ഓരോ നിമിഷവും ചെലവഴിക്കുക. അതാണ് പാർത്തിടുക ആത്മാവേ. ആത്മാവിനെ നിരന്തരം വിചാരം ചെയ്ത് എങ്ങനെ വേണം ഈ ആഗ്രഹങ്ങളൊക്കെ വാസ്തവത്തിൽ ദുരാഗ്രഹമായി മാറും എന്ന് ബോധിച്ച് ആഗ്രഹങ്ങളെ അടക്കിക്കൊണ്ട് ആത്മവിചാരത്തിൽ
വർദ്ധിച്ചു. എന്നാൽ കിട്ടും മഹാനന്ദം. അപ്പോൾ ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നതാണ്. കീർത്തിയാൽ എന്താ നിനക്കു, ധനപൂർത്തിയാൽ എന്താണ്, രാജ്യത്താലെന്ത്? ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിയിടുക ആത്മാവെ ആശയടക്കി.